ഹായ്, ഞാൻ ഡോക്ടർ ലിഞ്ചു CJ. കഴിഞ്ഞ 20 വർഷമായി ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ 2005 ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ കണ്ടിരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ, പേഴ്സണാലിറ്റി റിലേറ്റഡ് ഇഷ്യൂസിനെക്കാളും പലപ്പോഴും മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പോൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ റിലേറ്റഡ് കേസസിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അടുത്ത 8 കൊല്ലത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കേസസ് വളരെയധികം മൾട്ടിപ്പിൾ ടൈംസ് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഇപ്പോഴുള്ള സൂയിസൈഡൽ റിസ്ക്, അതുപോലെ തന്നെ അഗ്രസീവ് ബിഹേവിയർ പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് അബ്യൂസ്, അതുപോലെ തന്നെ ആങ്കർ റിലേറ്റഡ് ഇഷ്യൂസ് കണ്ടുവരുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി കൂടുന്നതിനനുസരിച്ച് സൂയിസൈഡൽ റിസ്ക്കും ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ മെയിനായിട്ട് കണ്ടുവരുന്നത് 9 ലക്ഷണങ്ങളാണ്. അതിൽ 4-ൽ കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ കാണുന്ന മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്, ഒന്നാമത്തെ ഐഡൻറ്റിറ്റി ഡിസ്റ്റർബൻസ്. പലപ്പോഴും അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ പറ്റാവുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇവരെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ. രണ്ടാമതായിട്ട് ഇൻറ്റൻസ് ആൻഡ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്. പലപ്പോഴും ആളുകളായിട്ട് അടുക്കുമ്പോൾ അമിതമായി അടുക്കുകയും കുറച്ച് ആളുകൾ കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ആ റിലേഷൻഷിപ്സ്, ഫ്രണ്ട് സർക്കിളായിരിക്കാം, ലവ് അഫെയർ ആയിരിക്കാം, അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അടുത്ത ബന്ധങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സ്വഭാവം. മൂന്നാമത്തെ ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. ബാക്കിയുള്ളവർ തിരസ്കരിക്കും എന്ന തോന്നൽ കാരണം പലപ്പോഴും ആളുകളായി അടുക്കാതെ അകന്നു നിൽക്കുന്ന ഒരു സ്വഭാവം. നാലാമത്തെ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ആൻഡ് ത്രെട്ടനിങ്. പലപ്പോഴും മൾട്ടിപ്പിൾ തവണ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് കാണിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ചത്തുകളയും എന്ന് പറയുന്ന ഒരു സ്വഭാവം. അഞ്ചാമത്തെ എംപ്റ്റിനെസ് ഫീലിംഗ്. പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചില ദിവസങ്ങളിൽ ഒരു ശൂന്യത പോലെ തോന്നുകയും ആ ദിവസങ്ങളിൽ ആരുമായി സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സ്വഭാവവിശേഷം ഇവരിൽ കാണാം. ആറാമതായി സ്ട്രെസ് റിലേറ്റഡ് പാരനോയിഡ് ഐഡിയാസ്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ട് ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവാം. ഏഴാമതായി ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ എടുത്തുചാട്ടം. പലപ്പോഴും ഈ എടുത്തുചാട്ടം കാരണം കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്ന സ്വഭാവം ഈ പേഴ്സണാലിറ്റിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നു. എട്ടാമതായിട്ട് ആങ്കർ ഔട്ട് ബസ്. പലപ്പോഴും ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻറ്റൻസ് ആയിട്ടുള്ള ആങ്കർ ആ സമയത്ത് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം. ഒമ്പതാമത്തെ എഫക്റ്റീവ് ഇൻസ്റ്റബിലിറ്റി. പലപ്പോഴും മൂഡ് സ്വിങ് ചെയ്യുക. 2 ദിവസം നല്ല മൂഡാണെങ്കിൽ 2 ദിവസം ഡൗൺ ആവുന്നു. ദേഷ്യം, വിഷമം, സങ്കടം, ഇതിങ്ങനെ മാറി മറിഞ്ഞു വരുന്ന ഒരു ബിഹേവിയറൽ പാറ്റേൺ. ഈ 9 ലക്ഷണങ്ങളിൽ 4-ഓ അതിൽ കൂടുതൽ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആണെന്നാണ്. പലപ്പോഴും ഈ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കേസസ് ഇപ്പോൾ കേരളത്തിൽ നന്നായി കൂടി വരുന്നുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അവരുടെ സൈക്കോളജിക്കൽ പ്രാക്ടീസിൽ വളരെ അത്യാവശ്യമാണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും പേഴ്സണാലിറ്റിയുടെയും എണ്ണം വളരെയധികം ക്ലിനിക്കൽ പ്രാക്ടീസിൽ കൂടുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റിന് കൃത്യമായ അവബോധം അത്യാവശ്യമാണ്. ഈ നെസസിറ്റിയെ മുൻനിർത്തിക്കൊണ്ട് സൈബ്രിഡ്ജ് ഒരു ഓൺലൈൻ 3 month പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സ് എടുക്കുന്നത് ഞാനായിരിക്കും. ആ കോഴ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യും.